ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ടോക്ക്. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി നമ്മൾ CA, CMA ഇന്ത്യ, CMA US, ACCA തുടങ്ങിയ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സുകളെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റുകളിൽ ഒന്ന് കമ്പനി സെക്രട്ടറി കോഴ്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ എന്നായിരുന്നു. യെസ്, ദിസ് ഈസ് ഇറ്റ്. കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ പഠനം കഴിയുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രണ്ട് കോഴ്സുകളായിരിക്കും ചാർട്ടേഡ് അക്കൗണ്ടിംഗ്, അതുപോലെ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്നിവ. എന്നാൽ ഈ രണ്ട് കോഴ്സുകളോളം തന്നെ പ്രാധാന്യമുള്ള കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സിനെ കുറിച്ച് ഇപ്പോഴും നമ്മുടെ ഇടയിൽ വേണ്ട വിധം ഒരു അവബോധം ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സോ ഇന്ന് നമ്മൾ കമ്പനി സെക്രട്ടറി കോഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും, ഇൻക്ലൂഡിംഗ് എലിജിബിലിറ്റി, ഡ്യൂറേഷൻ, എക്സാം, സിലബസ്, ജോബ് റോൾ ആൻഡ് ഓപ്പർച്യൂണിറ്റി എല്ലാം സിമ്പിളായി പറയാൻ പോവുകയാണ്. പിന്നെ കമ്പനി സെക്രട്ടറി കോഴ്സിൽ ഈ അടുത്ത് വന്ന ചില വലിയ മാറ്റങ്ങളും, അതിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, കമ്പനി സെക്രട്ടറി ഇവർക്കൊക്കെ ഉള്ളൊരു ഹാപ്പി ന്യൂസും ഉണ്ട്. വെയിറ്റ് ഫോർ ദാറ്റ്. ഈ വീഡിയോ എൻ്റെ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് III കൊമേഴ്സ് അക്കാഡമിയാണ്. CA, CMA, CS, ACCA കോഴ്സുകൾക്ക് ഏറ്റവും മികച്ച കോച്ചിങ്, പ്രഗത്ഭരായ അധ്യാപകരിൽ നിന്നും വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഓൺലൈൻ പഠനത്തിനായി ലേൺ മൊബൈൽ ആപ്ലിക്കേഷൻ, പ്ലേസ്മെൻറ്റ് സെൽ തുടങ്ങി മികവുറ്റ സംവിധാനങ്ങളോടെ വിദ്യാർത്ഥികളിൽ എത്തിക്കുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമ്പസ് ആണ് III കൊമേഴ്സ് അക്കാഡമി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. CA, CMA തുടങ്ങിയ കോഴ്സുകളുമായി ചേർത്താണ് കമ്പനി സെക്രട്ടറിഷിപ്പിനെയും ആളുകൾ പൊതുവെ കാണാറുള്ളത്. ഇവയൊക്കെ തമ്മിൽ പല സിമിലാരിറ്റീസും ഉണ്ട് എന്നത് ശരിയാണ്. ഒപ്പം തന്നെ വളരെ പ്രകടമായ വ്യത്യാസങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്പനി സെക്രട്ടറിഷിപ്പിൻ്റെ ജോബ് പ്രൊഫൈലാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതുപോലെ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, ഇതിലൊക്കെ ഉള്ള ഒരു കോമൺ ടേം അക്കൗണ്ടൻറ്റ് എന്നാണ്. അതിവിടെ ഇല്ല. കമ്പനി സെക്രട്ടറി ആണ് ഇവിടെ. നമുക്ക് ഈ ടേംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ ഒരു കമ്പനി സെക്രട്ടറിയുടെ ജോബ് റോൾ എന്താണെന്ന് നോക്കാം. എന്താണ് കമ്പനി? ഒരു ബിസിനസ് സ്ഥാപനം എന്ന് മാത്രം പറഞ്ഞാൽ അത് കമ്പനി ആവില്ല. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ചില കണ്ടീഷനുകൾ അല്ലെങ്കിൽ ക്രൈറ്റീരിയകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് കമ്പനിയായി കണക്കാക്കുകയുള്ളൂ. നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് കമ്പനികളടക്കം ഏകദേശം 12 ലക്ഷത്തോളം ആക്റ്റീവ് കമ്പനികളുണ്ട്. കമ്പനി ആക്ട് പ്രകാരം ഓരോ കമ്പനിയിലും ഒരു കമ്പനി സെക്രട്ടറി ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണ്. അത് ആ കമ്പനിക്ക് തോന്നിയ ആളെ പിടിച്ചാക്കാനൊന്നും സാധിക്കില്ല. പാർലമെൻറ്റിൻ്റെ തന്നെ ആക്ട് പ്രകാരം രൂപീകൃതമായ ICSI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കമ്പനി സെക്രട്ടറിഷിപ്പ് എന്ന പ്രൊഫഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ ICSI നടത്തുന്ന പരീക്ഷകൾ ക്ലിയർ ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെയാണ് കമ്പനി സെക്രട്ടറി എന്ന് വിളിക്കുന്നത്. കമ്പനി സെക്രട്ടറിഷിപ്പ് എന്നതൊരു കമ്പനിയുടെ പ്രിൻസിപ്പൽ പോസ്റ്റുകളിലേക്കുള്ള വഴിയാണ്. ഒരു കമ്പനി സെക്രട്ടറി ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ലീഗൽ ആസ്പെക്ട്സ്, നിയമപരമായ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുന്നു. ഒരു കമ്പനിയുടെ ടാക്സ് റിട്ടേൺ, റെക്കോർഡ് കീപ്പിംഗ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ട അഡ്വൈസറായി പ്രവർത്തിക്കുക എന്നതൊക്കെ ഒരു കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. ഒരു കമ്പനി ഇന്ത്യൻ നിയമങ്ങളും സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻസും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും കമ്പനി സെക്രട്ടറിയാണ്. ഒരു കമ്പനി സെക്രട്ടറിയെ കാത്തിരിക്കുന്ന ജോബ് പ്രൊഫൈൽ നോക്കാം. ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി തുടങ്ങിയ ഫിനാൻഷ്യൽ ഫേംസുകളുടെയും ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സെക്ടറിലെ ചെറുതും വലുതുമായ എല്ലാ ബിസിനസ് എൻ്റർപ്രൈസുകളുടെയും നീഡ് ആൻഡ് നെസസിറ്റിയാണ് ഒരു കമ്പനി സെക്രട്ടറി. ഇതിനായി കമ്പനികൾ കമ്പനി സെക്രട്ടറി ആയവരെ നിയമിക്കുകയോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയി വർക്ക് ചെയ്യുന്ന കമ്പനി സെക്രട്ടറിമാരെ ആശ്രയിക്കുകയോ ആണ് ചെയ്യുക. അതായത് ഒരു കമ്പനി സെക്രട്ടറിക്ക് സ്വന്തമായി ഒരു ഓഫീസൊക്കെ ഇട്ട് മറ്റ് സ്ഥാപനങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്ത് തൻ്റെ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാം എന്നർത്ഥം. ഒരു കമ്പനി സെക്രട്ടറിയുടെ ഒപ്പുണ്ടെങ്കിൽ മാത്രം വാലിഡ് ആകുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. മാത്രമല്ല ടാക്സ്, പാർട്ട്ണർഷിപ്പ്, ഗവൺമെൻറ് ലൈസൻസ്, രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ കൺസൾട്ടേഷൻ നടത്താനും ഒരു കമ്പനി സെക്രട്ടറിക്ക് സാധിക്കുന്നു. 12 ലക്ഷത്തോളം ആക്റ്റീവ് കമ്പനികളുള്ള ഇന്ത്യയിൽ ആകെ ഈ പണികളൊക്കെ ചെയ്യാനായി ICSIയിൽ നിലവിൽ 70,000-ഓളം അംഗങ്ങളെ ഉള്ളൂ. വിദ്യാർത്ഥികളായി 4 ലക്ഷത്തോളം ആളുകളും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ പ്രൊഫഷൻ്റെ ഡിമാൻഡ് എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ 100% ജോലി ഉറപ്പാണ്, വിത്ത് ഹൈ സാലറി. അപ്പോൾ ഈ മേഖലയിൽ എത്തിച്ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. കമ്പനി സെക്രട്ടറി കോഴ്സിന് ചേരാനുള്ള യോഗ്യത +2 പാസ്സാവുക എന്നതാണ്. അത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏതായാലും കുഴപ്പമില്ല. പ്രധാനമായും 3 സ്റ്റേജുകളാണ് കമ്പനി സെക്രട്ടറി കോഴ്സിന് ഉള്ളത്. എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്, എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, പ്രൊഫഷണൽ പ്രോഗ്രാം എന്നിവയാണ് അവ. 2020 വരെ എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനു പകരം ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന സെറ്റ്സ് ഓഫ് എക്സാംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്.
എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന് പകരം ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്ന ആ സമയത്ത് +2 കഴിഞ്ഞു വരുന്ന ആൾ 3 ലെവലും കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. അതേസമയം ഡിഗ്രി കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നവർക്ക് ആ ഫൗണ്ടേഷൻ ഇല്ലാതെ സെക്കൻഡ് സ്റ്റേജായ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലേക്ക് ഡയറക്റ്റായി അപ്ലൈ ചെയ്യാമായിരുന്നു, ചാർട്ടേഡ് അക്കൗണ്ടിങ്ങിലൊക്കെ ഉള്ളതുപോലെ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് പകരം വന്ന എൻട്രൻസ് ടെസ്റ്റ് എന്ന 1 ഡേ ടെസ്റ്റ് +2 കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നവരും ഡിഗ്രി കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നവരും എല്ലാം എഴുതിയേ പറ്റൂ. അപ്പോൾ എല്ലാവർക്കും ഒരേ റൂട്ടാണ് ഇപ്പോൾ. CA, CMA ഇന്ത്യ എന്നീ കോഴ്സുകളുടെ ഫൈനൽ എക്സാം ക്ലിയർ ചെയ്തവർക്ക് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ഇല്ലാതെ തന്നെ ഡയറക്റ്റായി എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലേക്ക് കടക്കാം. നമുക്ക് ഈ എൻട്രൻസ് ടെസ്റ്റിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കാം. 4 പേപ്പറുകളുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, പിന്നെ ഒരു വൈവ. ഇത്രയുമാണ് സംഭവം. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിംഗ്, എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റ്, കറന്റ് അഫയേഴ്സ്. ഈ 4 പേപ്പറുകളിലെയും ചോദ്യങ്ങളെല്ലാം മൾട്ടിപ്പിൾ ചോയ്സസ് ഉള്ളവയായിരിക്കും. നെഗറ്റീവ് മാർക്ക് ഇല്ല. ടോട്ടൽ 170 മാർക്ക്. ഇതിൻ്റെ കൂടെ 30 മാർക്കിൻ്റെ വൈവ. ഓഡിയോ ആൻഡ് വീഡിയോ ക്ലിപ്പുകൾ, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്നിവയിലൂടെ നിങ്ങളുടെ പ്രസൻറ്റേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് ഈ വൈവയിൽ ടെസ്റ്റ് ചെയ്യുക. വൈവയ്ക്ക് 30 മാർക്കാണെന്ന് പറഞ്ഞു. അതുകൂടി ചേർത്ത് 170 + 30 മൊത്തം 200 മാർക്കിലായിരിക്കും ഈ എൻട്രൻസ് ടെസ്റ്റ്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേജായ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. 2 മൊഡ്യൂളുകളിലായി 8 പേപ്പറുകളാണ് ഇവിടെയുള്ളത്. 3 മണിക്കൂറുള്ള ഓരോ പേപ്പറിനും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. മറ്റു പല കോഴ്സുകളുടെയും പോലെ ഓരോ പേപ്പർ പരീക്ഷകളിലും പാസ് മാർക്ക് മാത്രം മറികടന്നതുകൊണ്ട് കമ്പനി സെക്രട്ടറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. CA എക്സാംസിൻ്റേതുപോലെ ഇവിടെയും, അതായത് ചാർട്ടേഡ് അക്കൗണ്ടിംഗ് കോഴ്സിൻ്റേതുപോലെ ഇവിടെയും ഒരു പാസിംഗ് ക്രൈറ്റീരിയ ഉണ്ട്. ഒരു മൊഡ്യൂളിലെ പേപ്പറുകളിൽ ഓരോന്നിലും 100-ലായിരിക്കും മാക്സിമം മാർക്ക്. ഇതിൽ 40 മാർക്ക് മിനിമം കിട്ടിയാൽ നിങ്ങൾ ആ പേപ്പർ ക്ലിയർ ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. പക്ഷേ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം മുഴുവനായി വിജയകരമായി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു മൊഡ്യൂളിലെ 4 പേപ്പറുകളിലും കൂടെ മിനിമം 200 മാർക്ക് കൂടെ വേണം. ഉദാഹരണത്തിന് നിങ്ങൾ ഓരോ പേപ്പറിനും 41 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് ആ മൊഡ്യൂളിൽ മുഴുവൻ 164 ആയിരിക്കും. പക്ഷേ അത് 200-ൽ താഴെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ വീണ്ടും ആ മൊഡ്യൂൾ അപ്പിയർ ചെയ്യേണ്ടി വരും. ഇനി പ്രൊഫഷണൽ പ്രോഗ്രാം. ഈ സ്റ്റേജിൽ 3 മൊഡ്യൂളുകളാണുള്ളത്. ഓരോ മൊഡ്യൂളുകളിലും 3 പേപ്പർ വീതം. എല്ലാ പേപ്പറിലും 2 മാർക്ക് വീതമുള്ള ഡിസ്ക്രിപ്റ്റീവായി എഴുതേണ്ട 50 ചോദ്യങ്ങൾ. തേർഡ് മൊഡ്യൂളിലെ തേർഡ് പേപ്പർ എലക്റ്റീവ് ആണ്. 9 ടോപ്പിക്കുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. ഇവിടെയും പാസിംഗ് ക്രൈറ്റീരിയ എന്നത് ഒരു മൊഡ്യൂളിലെ ഓരോ പേപ്പറിലും 40%, ആ മൊഡ്യൂളിലെ എല്ലാ പേപ്പറിലും കൂടെ മൊഡ്യൂളിൻ്റെ ടോട്ടൽ മാർക്കിൻ്റെ 50%. നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ. പേപ്പർ 8 ആൻഡ് പേപ്പർ 9 ഓപ്പൺ ബുക്ക് എക്സാംസ് ആയിരിക്കും. പുസ്തകം റെഫർ ചെയ്ത് ഉത്തരം എഴുതാം. LLB കോഴ്സ് 50% പാസ്സായവർക്കും CMAയുടെ ഫൈനൽ എക്സാം ക്ലിയർ ചെയ്തവർക്കും എക്സിക്യൂട്ടീവ് ആൻഡ് പ്രൊഫഷണൽ പ്രോഗ്രാംസിലെ ചില പേപ്പറുകൾ എക്സംപ്റ്റഡ് ആണ്. ആ പേപ്പറുകൾ എഴുതേണ്ട കാര്യമില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാൻ മറക്കരുത്. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് പറ്റുന്ന പരിപാടി തന്നെയാണോ ഇത് എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മികച്ച സാലറിയുള്ള, സൈനിങ് അതോറിറ്റിയും റെപ്യൂട്ടേഷനുമുള്ള, ജോബ് 100% ഉറപ്പുള്ള ഒരു കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കഷ്ടപ്പാടും കുറച്ച് അധികമായിരിക്കും. പക്ഷേ കുത്തിയിരുന്ന് നല്ല പ്ലാനിങ്ങോടെ 3 വർഷം ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾക്കും ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ എക്സാംസ്. ഡ്യൂറേഷൻ ഏതാണ്ട് 3 വർഷത്തോളമാണ്. ഒരു കാര്യം പറയാനുള്ളത്, +2 പഠനകാലത്ത് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിലാണ് കൂടുതൽ താല്പര്യം തോന്നിയിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിൽ കൂടുതൽ കഴിവുള്ള ആളാണ് നിങ്ങളെങ്കിൽ, ചാർട്ടേഡ് അക്കൗണ്ടിംഗ് ഓർ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ചേരുക. ഇനി വിശദീകരണങ്ങൾ നൽകി എഴുതേണ്ട തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ എങ്കിൽ കമ്പനി സെക്രട്ടറിഷിപ്പ് തന്നെയാണ് നിങ്ങളുടെ ആപ്റ്റ് ചോയ്സ് എന്ന് പറയാം. ഇനി 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കൂടെ ബാക്കിയുണ്ട്. 2 ട്രെയിനിങ്ങുകളാണത്. എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ എക്സാം എഴുതുന്നതിന് മുൻപായി 30 ദിവസത്തെ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. നിങ്ങളെ ഒരു മികച്ച പ്രൊഫഷണൽ ആക്കി മാറ്റാനായി കമ്മ്യൂണിക്കേഷൻ, സോഫ്റ്റ് സ്കിൽസ് തുടങ്ങിയ കാര്യങ്ങളിൽ ICSI നടത്തുന്ന 15 ദിവസത്തെ ഓൺലൈൻ ആൻഡ് 15 ദിവസത്തെ ഓഫ്ലൈൻ ട്രെയിനിങ് ആണിത്. അത് കഴിഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ്. 21 മാസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് ആണിത്. CAയിലെ ആർട്ടിക്കിൾഷിപ്പ് പോലെ ഒരു പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറിയുടെ കീഴിലോ അല്ലെങ്കിൽ ICSI നിർദ്ദേശിക്കുന്ന ലിസ്റ്റിലെ സ്ഥാപനങ്ങളിലോ വർക്ക് ചെയ്ത് പഠിക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. ഈ 21 മാസത്തെ ട്രെയിനിങ് കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ പേരിൻ്റെ കൂടെ കമ്പനി സെക്രട്ടറി എന്ന് ചേർത്ത് ഈ പ്രൊഫഷൻ നിങ്ങൾക്ക് ഔദ്യോഗികമായി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, കാര്യങ്ങളപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനി ഈ കോഴ്സ് എവിടെ പോയി പഠിക്കും? CA, CMA, CS തുടങ്ങിയ കോഴ്സുകൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നടത്തുന്നതല്ലാത്തത് കൊണ്ട് തന്നെ ഇത് പഠിപ്പിക്കുന്ന കോളേജുകളൊന്നുമില്ല. ICSI ഡിസ്റ്റൻസ് മോഡിൽ നടത്തുന്ന കോഴ്സാണിത്. ICSIയുടെ വെബ്സൈറ്റിൽ ഇതവിടെ കൊടുത്തിട്ടുണ്ട്,
പോയി രജിസ്റ്റർ ചെയ്ത് അവർ അയച്ചു തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് ഒരാൾക്ക് ഇതിന് പഠിക്കാം. പക്ഷെ വളരെ കുറച്ച് പേരെ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാറുള്ളൂ. ഭൂരിഭാഗം പേരും കോച്ചിങ് സെന്ററുകൾ ചേരുകയാണ് പതിവ്. മികച്ച കോച്ചിങ് സെന്ററുകൾ നിങ്ങളുടെ പഠനം എളുപ്പമാക്കും. ഒപ്പം രജിസ്ട്രേഷൻ മുതലുള്ള എല്ലാ ഘട്ടങ്ങളിലും അവരുടെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. കമ്പനി സെക്രട്ടറി കോഴ്സിൻ്റെ എല്ലാ സ്റ്റേജുകളും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്താൽ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. +2 കഴിഞ്ഞ ആളെ സംബന്ധിച്ച് അടുത്ത 3 വർഷം കൊണ്ട് കമ്പനി സെക്രട്ടറിഷിപ്പിനോടൊപ്പം തന്നെ ബികോം ഡിഗ്രി കൂടി സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഈ 3 വർഷം. ബികോം ഡിഗ്രി ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിരിക്കും കമ്പനി സെക്രട്ടറിഷിപ്പിൻ്റെ കൂടെ. സോ +2 ശേഷം കമ്പനി സെക്രട്ടറി കോച്ചിങ്ങിനായി നിങ്ങൾ III കൊമേഴ്സ് അക്കാഡമിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കമ്പനി സെക്രട്ടറിയുടെ കൂടെ ഒരു UGC അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ബികോം കൂടി കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഇനി തുടക്കത്തിൽ പറഞ്ഞ ആ ഹാപ്പി ന്യൂസ്, ചാർട്ടേഡ് അക്കൗണ്ടിംഗ്, കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്, കമ്പനി സെക്രട്ടറി കോഴ്സുകൾ PG കോഴ്സുകൾക്ക് ഇക്വലൻ്റായി UGC അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ ഒരാൾക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഒരു PhD എടുക്കാനും PG ക്വാളിഫിക്കേഷനായി വരുന്ന ഗവൺമെൻറ് ജോലികൾക്ക് അപ്ലൈ ചെയ്യാനും ഇനി മുതൽ ഇവർക്ക് സാധിക്കും. അതായത് 3 വർഷം കൊണ്ട് കമ്പനി സെക്രട്ടറി ആവുന്ന ഒരാൾക്ക് 5 വർഷം കൊണ്ട് BCOM MCOM കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളുടെ യോഗ്യത നേടാം എന്നർത്ഥം. അടിപൊളിയല്ലേ? അപ്പോൾ ACCA CA CMA CS പഠനത്തിനായി ഓൺലൈൻ കോച്ചിങ്ങിനുള്ള അന്വേഷണത്തിനാണ് നിങ്ങളെങ്കിൽ ആൻഡ്രോയിഡ് ആൻഡ് iOS മൊബൈൽ ആപ്ലിക്കേഷൻ അടക്കമുള്ള സജ്ജീകരണങ്ങളോടെ III കൊമേഴ്സ് അക്കാഡമി നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഓർപ്പിക്കുകയാണ്. കമ്പനി സെക്രട്ടറിഷിപ്പിനെ കുറിച്ചുള്ള നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആകും നിങ്ങൾക്ക് തോന്നുന്നവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. മികച്ച ഒരു പ്ലാനിംഗ് ഉണ്ടാക്കുക, ആത്മവിശ്വാസത്തോടെ മുന്നിട്ടിറങ്ങുക, ആവേശം ചോർന്നു പോകാതെ പാഷനേറ്റായി ഉഷാറായി പഠിക്കുക. നിങ്ങളുടെ പേരിൻ്റെ കൂടെ CS എന്ന് ചേർക്കുന്ന ആ നാളുകൾ അകലെയല്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സീ യു ഓൺ അനദർ വീഡിയോ.